ചേഞ്ചിന്റെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു പ്രോയിലേക്ക് എന്നെ വിളിച്ചത്, സിനിമയിലേക്ക് എന്നെ വിളിച്ചത് ഒത്തിരി സന്തോഷം. നിതീഷ് സാറാണ്, ഡയറക്ടർ സാറാണ് എന്നെ വിളിച്ചത്. അപ്പം വളരെ സന്തോഷം. പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി, ദൈവത്തിന് നന്ദി. കൂടെ ഉണ്ടായ അതായത് അദൃശ്യ ശക്തിയായിട്ട് കൂടെയുള്ള സുചേട്ടന് നന്ദി. എല്ലാവർക്കും വിഷു ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷു ആഘോഷമായിട്ടൊന്നും നടന്നില്ല, ഫോട്ടോഷൂട്ടാണ് ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ നടന്നു, നല്ല രീതിയിൽ എയറിലായി ആണെന്ന് തോന്നുന്നു. ഞാൻ അധികം ഒന്നും കണ്ടില്ല, സ്ക്രോൾ ചെയ്ത് അങ്ങനെ പറയാം. നമ്മളെ വിമർശിക്കാൻ മാത്രം ഒരു കൂട്ടം ആൾക്കാർ വെറുതെ ചുമ്മാ ഈ ഫേസ്ബുക്കിൽ വിമർശിക്കട്ടെ, നമുക്ക് എന്നാന്നേ വിമർശിച്ചു. നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. പക്ഷെ അതന്നെ ഒരു ജോലിയാക്കി എടുക്കുന്ന ആൾക്കാരുണ്ടോ? അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടെ, കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു, എന്നെ വന്ന് ഇങ്ങനെ ഞുള്ളിപ്പറിച്ച് എനിക്ക് വേദനയുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാം, എനിക്കൊരു വേദനയില്ല, ഒരു ചമ്മലുമില്ല, ഒന്നുമില്ല, ഒരു വികാരം. ഈ ഒരു നെഗറ്റീവ് കമൻസ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ എന്നെ തളർത്താമെന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റ വകി പറയാം, രേണു സുധി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എൻ്റെ മനസ്സ് തല്ലാണ്. സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലിയ എനിക്ക് വേദനിക്കും എന്ന് പറഞ്ഞാൽ തല്ലാൻ വരില്ല കേട്ടോ. ഞാൻ ആകെ ഇച്ചിരി ഉള്ളൂ, ചത്തു പോകും തല്ലിയ. ഇതിപ്പോ രണ്ടാമത്തെ സിനിമയാണോ? എത്രാമത്തെ സിനിമ ഇതിപ്പം ചെയ്തോണ്ടിരിക്കുന്ന? ദയാവധം ചെയ്തു, രണ്ടാമത്തെ സിനിമ. ഇത് രണ്ടാമത്തെ സിനിമ. വേറെ നിശ്ചയം എന്ന് പറയുന്നൊരു മൂവിയും ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുന്നത്, അല്ലേ? അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അല്ല ഇത് ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഓരോ ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ അറ്റൻഷൻ കിട്ടുന്നത്, ഇതേപോലെ സിനിമയ്ക്ക് വിളിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നാൽ കിട്ടില്ലല്ലോ, ആരും വിളിക്കില്ലല്ലോ. വീട്ടിൽ നിന്ന് എങ്ങനെ കിട്ടാൻ? നമുക്ക് അറിയാവുന്ന തൊഴിൽ നമ്മൾ ചെയ്യും. അതിനിപ്പോൾ ഞാൻ മാത്രം അഭിനയരംഗം തിരഞ്ഞെടുത്തതിന് ഇതിനു മാത്രം എന്തുവാണോ എന്നെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആരുടെ അടുത്ത് എന്നിട്ട് തോണ്ടാനോ പിച്ചാനോ ഉള്ളാനോ ആരെ തട്ടിപ്പിനോ ആരെ മോഷ്ടിക്കാനോ ആരെ പീഡിപ്പിക്കാനോ ഒന്നും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല, പോകുന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞാനൊരു സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ മക്കള് അതുപോലെ എൻ്റെ മക്കള്, എൻ്റെ പപ്പ, അമ്മ, ചേച്ചി, ഫാമിലി, പിന്നെ സുധിച്ചേട്ടൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണ്. നമുക്ക് നല്ലത് സംഭവിക്കുമ്പോൾ രക്ഷപ്പെടുത്തുന്ന ഒരു കൂട്ടം മലയാളികളുണ്ട്. അത് തന്നെയാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. നല്ലത് സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ അവർക്ക് അസൂയ മൂലം ആയിരിക്കാം. അവർക്ക് ഇത് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം. അവർക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ അസൂയപ്പെടുന്നവരായിരിക്കും നെഗറ്റീവ് ഇടുന്നത്. എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലെ ഒരു വിധ ചിന്തകളാണ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും, പോകുന്നിടത്തോളം പോകും. ശരി, സമയമായി പോവാം. ശരി, താങ്ക് യു.